നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയാണ്. എന്താണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. ആ കമ്പനീൻ്റെ അവസാനത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക, വൈൻഡിങ് അപ്പ് ഈസ് എ പ്രോസസ് ഓഫ് പുട്ടിങ് ആൻഡ് എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. അല്ലേ, കമ്പനിയുടെ അവസാനത്തെ സ്റ്റേജ് അല്ലെങ്കിൽ കമ്പനി നിർത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വൈൻഡിങ് അപ്പ് എന്നുകൊണ്ട് പറയുക കേട്ടോ. അത് ലോ പ്രകാരം എന്തായിരിക്കും, ലീഗലായിട്ട് പോകുന്നതായിരിക്കും. In this process, winding up as an asset of the company can collect and realize it distributed among the creditors and shareholders of the company as per the provisions of the Companies Act. ഈ ഒരു പ്രോസസ്സിൽ അസറ്റ്, കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് അവർ കളക്ട് ചെയ്ത് അതിനെ അവർ എന്ത് ചെയ്യണം, വിൽക്കണം. വിറ്റതിന് ശേഷം ക്രെഡിറ്റേഴ്സിനും ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളവർ അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലയബിലിറ്റി, അസറ്റിൻ്റെ കാര്യമാണ്, നമ്മളതിനെ വിൽക്കുന്നു, റിയലൈസ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. വിറ്റിട്ട് അതിൻ്റെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. ലയബിലിറ്റീസ് ആണെങ്കിൽ ആ ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പാണ്. മെയിനായിട്ട് 2 വൈൻഡിങ് അപ്പാണുള്ളത്, കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്നും വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നും. കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ വേറൊരു പേരാണ് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ. സെക്ഷൻ 271 പ്രകാരമാണ് ആ ഒരു വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് 2 വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലും അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പും, രണ്ടാമത്തെ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ കമ്പനി ട്രൈബ്യൂണൽസ് പ്രകാരം എന്ത് ചെയ്യുന്നത്, വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലെ. അപ്പോൾ ആ ട്രൈബ്യൂണൽസ് പ്രകാരം വൈൻഡപ്പ് ചെയ്യുന്ന സർക്കംസ്റ്റൻസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോടതി, ട്രൈബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ കോടതി ഇടപെട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് ഇന്നെബിലിറ്റി ടു പേ ദ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ട്രൈബ്യൂണൽസ് വഴി എന്ത് ചെയ്യാം, കമ്പനിയെ നിർത്താനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ ഒരു റെസൊല്യൂഷൻ, കമ്പനി നിർത്താൻ പോവുകയാണ് എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാകും, ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്തതിന് ശേഷം അത് ട്രൈബ്യൂണൽസിനെ അറിയിക്കുകയാണെങ്കിൽ ആ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയെ നിർത്താം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇന്ത്യക്കെതിരെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെയോ സോവറേണിറ്റിയോ ഒക്കെ ആ കമ്പനി ചെയ്യാണ്, കള്ളത്തരം എന്തെങ്കിലും ചെയ്യാണ്, എന്താ പറയുക, നമ്മളെ ഇന്ത്യയെ സ്പോയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൻ്റെ അടുത്തൊക്കെ നമ്മളെ ഫോറിൻ നെയ്ബേഴ്സും ഉണ്ടാവും, ഫോറിൻ എനിമീസും ഉണ്ടാവില്ലേ, അവരുടെ അടുത്തൊക്കെ കൂട്ടുകൂടുകയാണ് എന്നൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ, നിർത്താനുള്ള അവകാശമുണ്ട്. നാലാമത്തെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ തന്നെ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ കമ്പനി നിർത്താനുള്ള അവകാശം കൊടുക്കുകയാണ്. ഒരു കമ്പനിക്ക് എന്തെങ്കിലും മിസ്കണ്ടക്റ്റോ അല്ലെങ്കിൽ കമ്പനി ഫ്രോഡുലൻ്റായ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മിസ്കണ്ടക്റ്റ് ആയിട്ടോ ഫ്രോഡായിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ അല്ലാതെ ജസ്റ്റിസബിൾ അല്ലാതെ പ്രവർത്തികൾ ചെയ്യുകയാണെന്നെങ്കിലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്പനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ, കമ്പനിയുടെ കള്ളത്തരമൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ട്രൈബ്യൂണൽസ് കോടതിക്ക് വന്നിട്ട് നിർത്താനുള്ള അവകാശമുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് പെറ്റീഷൻസ് ഫോർ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പെറ്റീഷൻസ് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക, കമ്പനി വേറെ കമ്പനി അല്ലേ, പെറ്റീഷൻസ് മെയിനായിട്ട് കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാൻ കൊടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണോ കമ്പനിയിൽ കോൺട്രിബ്യൂട്ടേഴ്സ് അവർക്ക് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം, ക്രെഡിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. രജിസ്റ്റർ പറഞ്ഞാൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രാർസിൻ്റെ മുന്നിലാണ് നമ്മുടെ കമ്പനി തുടങ്ങി എന്നൊക്കെ പറയുള്ളൂ അല്ലേ, അവർക്ക് കൊടുക്കാം. പിന്നെ ജോയിൻറ്റ് പെറ്റീഷൻ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏതെങ്കിലും ഒരു പേഴ്സൺ, ഓതറൈസ്ഡ് പേഴ്സണോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരെങ്കിലും കൊടുക്കാനും ഉള്ള അവകാശം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിക്വിഡേറ്റേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് ലിക്വിഡേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺ അല്ലേ, ഒഫീഷ്യലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡേറ്റേഴ്സ് എന്നുകൊണ്ട് പറയുക. എന്നാണ് നമ്മുടെ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് നമ്മൾ ഒഫീഷ്യലായി അപ്പോയിൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കമ്പനിയിൽ.
അതൊക്കെ നോക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡേറ്റേഴ്സ് എന്നുകൊണ്ട് പറയാം. ലിക്വിഡേറ്റേഴ്സാണ് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ബിഹാഫിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബിഹാഫിലോ ആയിരിക്കും. ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിഫൈഡ് ഉള്ള പേഴ്സൺ ആയിരിക്കും. ഗവൺമെൻറ്റിൽ കൺസിസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം, അഡ്വക്കേറ്റ്സ് ആവാം, കമ്പനി സെക്രട്ടറീസ് ആവാം, ഇവരൊക്കെ ആവാം. അവർക്ക് അറ്റ്ലീസ്റ്റ് 10 വർഷമെങ്കിലും ഈ സർവീസസിലൊക്കെ ഇരുന്ന എന്ത് വേണം, എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആവശ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ലിക്വിഡേറ്റേഴ്സ് ആക്കുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡേറ്റേഴ്സിൻ്റെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസാണ് പറയുന്നത്. മെയിനായിട്ട് ഡ്യൂട്ടീസിൽ ഫയൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഫയൽ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലിക്വിഡേറ്റേഴ്സ് അവർ 7 ദിവസത്തിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യണം, അവർ അപ്പോയിൻമെൻറ്റ് ചെയ്ത കാര്യം നമ്മൾ കോൺട്രാക്റ്റിൽ എല്ലാവരെയും അറിയിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് ട്രൈബ്യൂണൽസിൽ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത് രൂപീകരിക്കണം. കമ്പനിയിൽ വൈൻഡിങ് അപ്പിൽ കമ്മിറ്റി എന്ന് പറയുന്നത് രൂപീകരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടും ലിക്വിഡേറ്റേഴ്സിൻ്റെ എന്തായിട്ട് വരുന്നത്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പവേഴ്സൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ നമുക്ക് ഡയറക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ തീരുമാനിക്കണം. അതുപോലെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും വൈൻഡിങ് അപ്പിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ നോക്കണം. മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ സെല്ല് ചെയ്യാനുള്ള അധികാരം, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി നോക്കാനുള്ള അധികാരം, ഇതൊക്കെ ആർക്കാണുള്ളത്, ലിക്വിഡേറ്റേഴ്സിനാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ രജിസ്ട്രാഴ്സിന് കാര്യങ്ങളൊക്കെ എന്താ പറയുക, റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും, നമ്മുടെ ലിക്വിഡേറ്റർ തന്നെയായിരിക്കും. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനിയാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കമ്പനിയുടെ അവസാനത്തെ സ്റ്റേജ് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസൊല്യൂഷൻ എന്നുകൊണ്ട് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ്, ആ സ്റ്റേജിൽ എന്ത് ചെയ്യും, കമ്പനിയിലെ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ പിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് മെയിനായിട്ടും കമ്പനി എൻഡ് ആവുകയാണ്. അതുപോലെ തന്നെ കമ്പനിയിൽ നിൽക്കുന്ന ലിക്വിഡേറ്റർ എൻഡ് ആവുന്നുണ്ട്. അവിടെ ലോണുകളോ അല്ലെങ്കിൽ ലയബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, കമ്പനിയുടെ പേരേ പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ സ്റ്റേജിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ്, നമ്മൾ 2 മോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൻഡിങ് അപ്പിൽ. വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ, ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ 2013 പ്രകാരം ക്രെഡിറ്റേഴ്സിൻ്റെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നില്ല, കൂടുതലും ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയ ആ കമ്പനി വോളണ്ടറി ആയിട്ട് അല്ലേ, നമ്മളെന്താ അതിന് അർത്ഥം പറയുന്നത്, സ്വമേധയ നമ്മൾ സ്വയം സമ്മതിച്ചിട്ട് അവരെല്ലാവരും കൂടി തീരുമാനിച്ച് നടത്തുന്ന വൈൻഡിങ് അപ്പിനെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുക. ഇവിടെ ട്രൈബ്യൂണൽസിൻ്റെ ഇൻ്റർഫിയറൻസ്, ദാറ്റ് മീൻസ് ട്രൈബ്യൂണൽ, കോടതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവില്ല, അവർ തന്നെ എന്ത് ചെയ്യണം, തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് 2 കാര്യങ്ങൾ നോക്കണം. ആദ്യം റെസൊല്യൂഷൻസ് പാസ്സാക്കണം. ഓർഡിനറി റെസൊല്യൂഷൻ ആണെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിലും കമ്പനി കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ സോൾവൻസി അല്ലേ. സോൾവൻസി എന്ന് പറഞ്ഞാൽ കമ്പനിക്കും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊന്നും കടങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസൊല്യൂഷൻസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടീഷൻസ് വയ്ക്കുന്നത്. ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കണം, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കണം, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വെക്കണം. ഇങ്ങനെയൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് നോക്കാം. നെക്സ്റ്റ് പ്രൊവിഷൻസ് ആണ് വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ. ആ പ്രൊവിഷൻസിൽ മെയിനായിട്ട് എന്താണ്, വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്തു, റെസൊല്യൂഷൻ പാസ്സാക്കി എന്നറിയണം, എപ്പോഴാണ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തത്, അതേപോലെ കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പിൽ നോക്കാനുള്ളത്. അതുപോലെ ബോർഡിൻ്റെ പവർ എടുത്ത് കളയണം. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ലിക്വിഡേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ പ്രൊവിഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. മീറ്റിംഗ്, ഫൈനൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ആക്കുകയാണ് എന്ന് പറഞ്ഞുള്ള മീറ്റിംഗ് കാര്യങ്ങൾ വെക്കണം, അത് ഇത്ര ദിവസത്തിനുള്ളിൽ വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുക കേട്ടോ. അതൊക്കെയാണ് ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി
കോൺസിക്വൻസ് ആണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ അനന്തരഫലങ്ങളാണ് വൈൻഡിങ് അപ്പ് കാരണം നമുക്ക് സംഭവിക്കുക, ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ അവർക്കൊക്കെ സംഭവിക്കാം. മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് സംഭവിക്കാം. അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട് കിട്ടാണ്ടായിരിക്കുക, അത് കൂടുതൽ ലയബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്രെഡിറ്റേഴ്സിന് കോൺസിക്വൻസസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സർവൻ്റ് ഓഫീസേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെയൊക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. കോൺസിക്വൻസ് ഓഫ് കോസ്റ്റ്, കമ്പനിക്ക് അതിൻ്റെ ലയബിലിറ്റി കൂടുതലുണ്ടാവും. അല്ല കോൺസിക്വൻസസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ എന്തുണ്ടാവും, വൈൻഡപ്പിൻ്റെ സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ. ലിക്വിഡേഷനും ഡിസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽസ് നെസസറി ആയിട്ട് ഓർഡർ ഇറക്കിയിട്ട് ചെയ്യുന്നതാണ് ലിക്വിഡേഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ഒരാൾ ഓർഡർ ഇറക്കിയിട്ട് ചെയ്യണതാണ് എന്ത് ഡിസൊല്യൂഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഡിസൊല്യൂഷനിൽ മെയിനായിട്ട് ഓർഡർ ട്രൈബ്യൂണൽ എസെൻഷ്യലായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ലിക്വിഡേഷനിൽ അത് നെസസറി ആണ് എന്നുകൊണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ്, ലീഗൽ എൻറ്റിറ്റി ഓഫ് ദ കമ്പനീസ് കണ്ടിന്യൂ. ലിക്വിഡേഷൻ എന്ന പ്രോസസ്സിൽ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസൊല്യൂഷൻ എന്ന പ്രോസസ്സിൽ കമ്പനി എൻഡാണ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻഡായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലിക്വിഡേറ്റേഴ്സ് ആയിരിക്കും ഈ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുക ലിക്വിഡേഷൻ്റെ പ്രോസസ്സിൽ. ഇവിടെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നാഷണൽ പഠിക്കുന്നുണ്ട് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽസ്, അവരായിരിക്കും മെയിനായിട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പാസ്സാവുക. അത് നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡേറ്റേഴ്സിന് ആയിരിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, മെത്തേഡ്സ്. പല മെത്തേഡ്സുകളുണ്ട് ലിക്വിഡേഷൻ്റെ സമയത്ത് നടത്തുന്നത്. ഡിസൊല്യൂഷനിൽ അങ്ങനെ എന്തെന്നില്ല, ലാസ്റ്റ് പ്രോസസ്സാണ്, അത് കാരണം ചെയ്യേണ്ട ആവശ്യം. നെക്സ്റ്റ് നമുക്ക് നോക്കാമെന്നുള്ളത് കമ്പൽസറി വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പും തമ്മിലുള്ള ഡിഫറൻസാണ്. കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്, ട്രൈബ്യൂണൽസ് ആണ് തീരുമാനിക്കുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മെമ്പേഴ്സോ ക്രെഡിറ്റേഴ്സോ ആയിരിക്കും തീരുമാനിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൈബ്യൂണലാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക. കമ്പൽസറി വൈൻഡിങ് അപ്പിൽ ക്രെഡിറ്റേഴ്സാണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഫുള്ളും ട്രൈബ്യൂണൽസ് ആയിരിക്കും. വൈൻഡിങ് അപ്പ് പ്രോസസ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ട്രൈബ്യൂണൽസ് ആണ്, അതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. സോൾവൻസി എന്ന് പറയുന്നത് അവിടെ റിക്വയർഡ് ആവില്ല കമ്പൽസറി വൈൻഡിങ് അപ്പിൽ. വോളണ്ടറി വൈൻഡിങ് അപ്പിൽ സോൾവൻസി എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ട് വേണം. അതുപോലെ തന്നെ കമ്മിറ്റി എന്ന് പറയുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ആവശ്യമാണ്. കമ്പൽസറി വൈൻഡിങ് അപ്പിൽ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത് ആവശ്യമല്ല. ലാസ്റ്റ് പോർഷനാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽസ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ കമ്പനി ലോ പ്രകാരം എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കോടതിയാണ് NCLT എന്ന് പറയുന്നത്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽസ് എന്നുകൊണ്ട് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഒരു പ്രസിഡൻറ്റും അതുപോലെ തന്നെ ജുഡീഷ്യലായ ടെക്നിക്കലായ മെമ്പേഴ്സായിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കോടതിയാണ് നാഷണൽ കമ്പനി ട്രൈബ്യൂണൽസ് എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ചാപ്റ്റർ മോഡ്സ് പഠിക്കുക, NCLT എന്താണ് പഠിക്കുക, അതിൻ്റെ അബ്രിവേഷനൊക്കെ പഠിക്കുക. താങ്ക് യു.